empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പഴയ നിയമത്തിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചായിരുന്നു. ഒന്ന് രഘുവേലിന്റെയും ഏദനയുടെയും മകളായ സാറ, രണ്ടാമത് തോബിത്ത് എന്ന ഒരു വ്യക്തി. ഇരുവരും ഒത്തിരിയേറെ കഷ്ടതയിലായിരുന്നു. കളിയാക്കലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലിന്റെയും ഒക്കെ നടുവിൽ വളരെ വിഷമിച്ച് ആ ഒരു സങ്കടകരമായ അവസ്ഥയിലായിരിക്കുന്ന സാറായെയും തോബിത്തിനെയുമാണ് നമ്മൾ കാണുന്നത്. സാറ 7 പ്രാവശ്യം വിവാഹം കഴിഞ്ഞവളായിരുന്നു. ഓരോ പ്രാവശ്യവും തന്റെ ഭർത്താവിനെ അസ്മോദേവൂസ് എന്ന ഒരു ദുഷ്ടപിശാച് വന്ന് വധിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഓരോ പ്രാവശ്യവും ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവൾ കടന്നുപോയ ആ ഒരു ദുരിതം അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരിയേറെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിലൂടെ സാറ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നതായി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തോബിത്തും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി എന്ന തിരുവചനം നമ്മൾ വായിക്കുകയുണ്ടായി. ആ ഒരു ദുരിതത്തിലായിരുന്നു കൊണ്ട് അവർ മറ്റൊന്നുമല്ല ചെയ്തത്, അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്തേ. കർത്താവ് അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുകയായിരുന്നു, പ്രതിവിധി നൽകുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവിന്റെ സമയത്ത് നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കഷ്ടപ്പാടുകൾ അത് എന്നേക്കുമായിട്ടുള്ളതല്ല. സങ്കീർത്തകനായ ദാവീദ് 30-ാം സങ്കീർത്തനം അവിടെ 11-ാം തിരുവാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വചനം അദ്ദേഹം അനുഭവിച്ച തന്റെ ജീവിത സാക്ഷ്യം അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കു വസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ദാവീദ് രാജാവും വിലാപത്തിലായിരുന്നു, വളരെ ദുഃഖത്തിലായിരുന്നു. എന്നാൽ കർത്താവ് അത് ആനന്ദമാക്കി മാറ്റി എന്നാ പറയുന്നത്. കർത്താവ് അതിനെല്ലാം ഒരു അവസാനം കൊടുത്തു എന്നാ പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ വിലാപങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. കർത്താവിന്റെ മുൻപില് ആ ഒരു പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയെ പരിശുദ്ധാത്മ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന അപേക്ഷയുമായിട്ട് നമുക്കായിരിക്കാം. നമ്മുടെ കഷ്ടപ്പാടുകളെ, പ്രശ്നങ്ങളെ എല്ലാം കർത്താവിന് ഭരമേൽപ്പിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്തുതികൾക്ക് യോഗ്യനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങള്, വിഷമങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങൾ എല്ലാം കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, സർവശക്തനായ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവിൽ ഞങ്ങൾ സങ്കേതം കണ്ടെത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ദയയും ഉള്ളവനേ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനേ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ. ഹല്ലേലൂയ. വാത്സല്യത്തോടെന്നെ ചേർത്തവനേ, മാറാത്ത സ്നേഹം പകർന്നവനേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും
പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്തുതികൾക്കെല്ലാം യോഗ്യനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വാത്സല്യനിധിയായ ഞങ്ങളുടെ പൊന്നു പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. തിരുവചനം ശ്രവിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അഭിഷേകം, ആ ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ആനന്ദത്തോടെ ആയിരിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. അമ്മേ മാതാവേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, തിരുകുടുംബത്തെ എപ്രകാരം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയോ, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളും മുന്നോട്ട് പോകുവാൻ, കർത്താവിൽ പരിപൂർണമായും ആശ്രയം വെക്കുവാനുള്ള ആ ഒരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സാറായുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ തിരുവാക്യത്തിൽ നമുക്ക് ആരംഭിക്കാം. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം, അവിടെ 16-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. ഇവിടെ സാറായുടെയും തോബിത്തിന്റെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി എന്ന തിരുവചനം പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ആ പ്രാർത്ഥന എത്തിക്കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ ആ ഒരു സമയം ആയി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ ചെയ്തേ? തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് എടുത്ത ആ ഒരു സ്റ്റെപ്പ്, കർത്താവിന്റെ തീരുമാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും രഘുവലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. ഇവിടെ റഫായേൽ മാലാഖയെ കർത്താവ് നിയോഗിക്കുകയാണ്. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി. തോബിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ടവനായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വെളുത്ത പാട പോലെ എന്തോ ഒന്ന് വന്നു എന്നാ പറയുന്നത്. അതുമൂലം അദ്ദേഹത്തിന് കാഴ്ചയില്ലാതായി. ആ ഒരു പ്രശ്നം പരിഹരിക്കാനും ഒപ്പം തന്നെ സാറായുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന അസ്മോദേവൂസ് എന്ന ഒരു ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും അതുപോലെ സാറായെയും തോബിത്തിന്റെ മകൻ തോബിയാസിനെയും ഒന്നിപ്പിക്കാനുമായിട്ട് ഇവിടെ റഫായേൽ ദൂതൻ നിയുക്തനാവുകയാണ്. കർത്താവിന്റെ മഹനീയ സന്നിധിയിൽ എത്തിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് റഫായേൽ മാലാഖയെ നിയോഗിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഈ ഒരു ദൂതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് തോബിത്തിന്റെ പുസ്തകത്തില് ഈ ഒരു സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആ ഒരു സ്പിരിച്വൽ വേൾഡ്, അത് എത്രമാത്രം റിയൽ ആണെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തോബിത്തിന്റെ പുസ്തകം. റഫായേൽ മാലാഖയെ കർത്താവ് നിയോഗിച്ച് പറഞ്ഞു വിടുകയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനായിട്ട്, അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുവാനായിട്ട്. തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കാം. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ തോബിത്ത് വളരെയേറെ കഷ്ടതയിലാണ്, സാമ്പത്തികമായി ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് അദ്ദേഹം മുന്നേ പറഞ്ഞേൽപ്പിച്ച് പൈസ ഏൽപ്പിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നത്. ആ വ്യക്തിയുടെ അടുക്കലേക്ക് തന്റെ മകൻ തോബിയാസിനെ പറഞ്ഞയക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഉൾപ്രേരണ ലഭിക്കുകയാ. 4-ാം അധ്യായം അവിടെ 20-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മേദിയായിലെ റാഗസിൽ
ഗബ്രിയാസിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. തോബിത്ത് തന്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ് താൻ 10 താലന്ത് വെള്ളി ഇന്ന വ്യക്തിയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. തുടർന്ന് 5-ാം അധ്യായത്തിലെ 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. പോയി ആ പണം വാങ്ങി വരിക. ഈ ഒരു കാര്യം തന്റെ മകനെ തോബിയാസിനെ തോബിത്ത് ഏൽപ്പിക്കുകയാണ്. നിന്നോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ അവനോട് പറയുന്നുണ്ട്. തൊട്ടടുത്ത വാക്യത്തിൽ എന്താ കർത്താവിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്? തോബിയാസ് ഒരാളെ അന്വേഷിച്ചു, റഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. ഇവിടെ തന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് തോബിയാസ് ഒരാളെ അന്വേഷിച്ചപ്പോൾ കണ്ടുമുട്ടിയത് റഫായേൽ മാലാഖയാണ്. എന്നാൽ അതൊരു ദൈവദൂതനാണെന്ന് തോബിയാസ് അറിഞ്ഞിരുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് അങ്ങോട്ട് ആ യാത്രയിൽ ഉടനീളം റഫായേൽ മാലാഖ തോബിയാസിനോടൊപ്പം നടക്കുകയാ. ഓരോ കാര്യവും പറഞ്ഞു കൊടുത്ത്, കൃത്യമായ ഗൈഡൻസ് കൊടുത്ത്, എത്തേണ്ടടുത്തൊക്കെ എത്തിച്ച്, കൃത്യമായ വഴിയിലൂടെ നയിച്ച് തോബിയാസിനെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റഫായേൽ മാലാഖയെ നമ്മൾ കാണുന്നത്. അങ്ങനെ റഫായേൽ മാലാഖയും തോബിയാസും കൂടി യാത്ര തുടരുകയാ. അപ്പന്റെ ആശീർവാദമൊക്കെ അവർ മേടിക്കുന്നുണ്ട്. അവർ യാത്ര തുടങ്ങുകയാണ്. അവർ അങ്ങനെ യാത്ര തുടങ്ങി ആദ്യ ദിവസം തന്നെ, യാത്രയുടെ ആദ്യ ദിവസത്തിന്റെ അവസാനത്തില് അവര് കുളിക്കുവാനായിട്ട് ഒരു നദിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഒരു മത്സ്യം തോബിയാസിന്റെ നേരെ ചാടി വരികയാ. അപ്പോൾ ദൂതൻ അവിടെ ഇടപെടുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 3-ാം തിരുവാക്യം. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. ദൂതൻ മത്സ്യത്തെ പിടിക്കാൻ പറഞ്ഞ വശം തോബിയാസ് ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിയുന്നുണ്ട്. തുടർന്ന് 6-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 6 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങൾ തോബിയാസും റഫായേൽ മാലാഖയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ്? ദൂതനാണെന്ന് അറിഞ്ഞില്ലെങ്കിലും അസറിയാസ് എന്ന പേരിലാണ് ഈ റഫായേൽ മാലാഖ തോബിയാസിന്റെ ഒപ്പം കൂടിയിരിക്കുന്നത്. ഇത് റഫായേൽ മാലാഖയാണെന്ന് അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതെല്ലാം തോബിയാസ് അതുപോലെ അനുസരിക്കുന്നുണ്ട്. തുടർന്ന് തോബിയാസിന്റെ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് മാലാഖ ഉത്തരം കൊടുക്കുകയാ. എന്താ മാലാഖ പറഞ്ഞത്? അവൻ പറഞ്ഞു, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി. അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ് പുരട്ടിയാൽ അത് മാറും. തന്നെ കർത്താവ് ഏൽപ്പിച്ച 3 ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വായിച്ചു കേട്ടതാണ്. 3 കാര്യങ്ങൾ, 3 മിഷൻ ഏൽപ്പിച്ചാണ് കർത്താവ് റഫായേൽ മാലാഖയെ ഇങ്ങോട്ട് അയച്ചത് ഈ ഒരു കാര്യത്തിലേക്ക്. ഈ 3 കാര്യത്തിന്റെയും സൊല്യൂഷൻ ഓൾറെഡി റഫായേൽ മാലാഖ കണ്ടുവെച്ച് കഴിഞ്ഞിരുന്നു. അതിന്റെ പരിഹാരം അല്ലെങ്കിൽ അതിന്റെ ഉത്തരം എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനനുസരിച്ച് തോബിയാസിനെ നയിക്കുന്ന റഫായേൽ മാലാഖയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന് വേണ്ടുന്നതായ ആ മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അവരുടെ യാത്ര തുടരുകയാ. ആ യാത്രയിൽ വീണ്ടും നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. 9-ാം തിരുവാക്യം. അവർ എഗ്ബക്താനായിലെത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു. ഇവിടെ ദൂതൻ തന്റെ ഫസ്റ്റ് മിഷനിലേക്ക് കടക്കുകയാണ്. ആ ഒരു വിവാഹം നടത്തുക എന്നുള്ള ആ ഒരു വലിയ മിഷൻ, സാറായുടെ വിവാഹം തോബിയാസുമായിട്ട് നടത്തണം. അതിനു വേണ്ടുന്നതായ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുക്കുന്ന, അവിടെ എല്ലാം വലിയ രീതിയിൽ ഗൈഡ് ചെയ്യുന്ന റഫായേൽ മാലാഖയെ നമുക്ക് കാണുവാൻ സാധിക്കും. റഫായേൽ മാലാഖ എന്താ തോബിയാസിനോട് പറഞ്ഞത്? സഹോദരാ, ഇന്ന് നമുക്ക് രഘുവേലിനോട് കൂടെ താമസിക്കാം. അവൻ നിന്റെ ബന്ധുവാണ്. അവന് ഒരു മകളെയുള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കർത്താവ് തന്നെ എന്തേൽപ്പിച്ചോ അത് നിർവഹിക്കുവാനായിട്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്ന റഫായേൽ മാലാഖ. ദൂതൻ പറയുകയാണ്, നിനക്ക് വേണ്ടുന്നതായ വധു അവൾ സാറയാണ്. അവളെ നീ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം.
ആദ്യമൊക്കെ തോബിയാസ് അതിന് നോ പറയുന്നുണ്ട്. തോബിയാസിന് അറിയാമായിരുന്നു സാറയുടെ ചരിത്രം എന്താണെന്നൊക്കെ. അതെല്ലാം പറയുമ്പോഴും കൃത്യം സൊല്യൂഷൻ കൊടുത്ത് ഗൈഡ് ചെയ്ത് അവസാനം ആ ഒരു വിവാഹത്തിലേക്ക് റഫായേൽ മാലാഖ നിന്നുകൊണ്ട് ആ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുകയാ. ആ ഒരു ഫസ്റ്റ് മിഷൻ അവിടെ റഫായേൽ മാലാഖ പൂർത്തീകരിക്കുന്നുണ്ട്. വീണ്ടും തൊട്ടടുത്ത മിഷനിലേക്ക് ഒട്ടും വൈകാതെ റഫായേൽ മാലാഖ കടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായം. അവിടെ 2 മുതലുള്ള തിരുവാക്യങ്ങളിൽ നമുക്കറിയാം അവർക്ക് ആദ്യ രാത്രിയിൽ അസ്മോദേവൂസ് എന്ന പിശാചിന്റെ ശല്യം ഉണ്ടാകുമെന്നുള്ളത്. അതിന് ഓൾറെഡി മാലാഖ സൊല്യൂഷൻ കൊടുത്തിരുന്നു. അവർ കളക്ട് ചെയ്തിരുന്ന ഒരു ചങ്കും കരളും ഇട്ട് പുകച്ചു കഴിഞ്ഞാൽ, ആ ഒരു പുക അടിച്ചാൽ ആ പിശാച് ദൂരെ പോകുമെന്ന് ഓൾറെഡി തോബിയാസിനോട് മാലാഖ പറഞ്ഞിരുന്നു. തോബിയാസ് ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് 2 മുതൽ 4 വരെയുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ടുപുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൂതരുടെ ശുശ്രൂഷ അത് എത്ര മാത്രം റിയൽ ആണെന്ന് ഇവിടെ തോബിയാസിന്റെയും സാറയുടെയും ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയല്ലേ. നമ്മുടെ ആവശ്യങ്ങള് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ദൂതര് അവർ നമുക്ക് ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്യുന്നവരാണ്. ഇവിടെ ഈ ദൂതൻ എന്തൊക്കെയാ ചെയ്തത്? ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ബൈ ചാൻസ് ആണെന്ന് തോന്നും. പക്ഷേ ദൂതൻ ഇതെല്ലാം കൃത്യമായി ഗൈഡ് ചെയ്യുകയാണ്. താൻ ഏറ്റെടുത്ത ആ മിഷൻ പൂർത്തീകരിക്കാൻ എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുക്കുന്ന കർത്താവിന്റെ ദൂതനെയാ, റഫായേൽ മാലാഖയാ നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ഒരു ഒറ്റ മിഷനെ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന്റെ തോബിത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തിരികെ കൊടുക്കുക. അതിനും സൊല്യൂഷൻ തോബിയാസിന് നേരത്തെ തന്നെ റഫായേൽ മാലാഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. തോബിയാസും സാറായും ഒക്കെ വിവാഹം കഴിഞ്ഞ് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരികയാണ്. റഫായേൽ മാലാഖയും അസറിയാസായിട്ട് കൂടെയുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ റഫായേൽ മാലാഖ തോബിയാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 11-ാം അധ്യായം 7-ഉം 8-ഉം തിരുവാക്യങ്ങൾ. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ മിഷനിലേക്ക് ദൂതൻ കടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ സൊല്യൂഷൻ വരിക, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാ. 14-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറഞ്ഞു തരുന്നത്? അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. തന്റെ മകനെ സ്വീകരിക്കുവാനായിട്ട് തോബി വന്നപ്പോൾ തോബിയാസ് വേഗം ദൂതൻ പറഞ്ഞതുപോലെ ചെയ്യുകയാ. തുടർന്നെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിന് കാഴ്ച വീണ്ടും കിട്ടുകയാണ്. കാഴ്ച കിട്ടിയ തോബിത്ത് കർത്താവിനെ വാഴ്ത്തുകയാ, കർത്താവിന്റെ ദൂതരെ വാഴ്ത്തുകയാ. ഇവിടെ കൂടെ നിൽക്കുന്നത് കർത്താവിന്റെ ദൂതനാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ തോബിത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ സമയം വരെയും അപ്പനും മകനും ഇത് ദൂതനാണെന്ന് മനസ്സിലായിട്ടില്ല. അവസാനം ദൂതന് റിവാർഡ് കൊടുക്കുവാനായിട്ട് അവർ മാലാഖയെ വിളിക്കുന്ന ഭാഗമാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ആ തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. 12-ാം അധ്യായം 15-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവസാനം ദൂതൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് താൻ ആരാണെന്ന്. കർത്താവിന്റെ പരിശുദ്ധ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്ന, അവിടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകള് കർത്തൃസന്നിധിയിലേക്ക് എത്തിക്കുന്ന 7 വിശുദ്ധ ദൂതരെ കുറിച്ച് റഫായേൽ മാലാഖ അവിടെ പറയുന്നുണ്ട്. അവരിൽ ഒരുവനാണ് താൻ എന്ന് റഫായേൽ മാലാഖ പറയുകയാണ്. തുടർന്ന് 12-ാം തിരുവാക്യത്തിൽ ദൂതൻ എന്താ പറയുന്നത്? നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഇവിടെ മാലാഖ വീണ്ടും പറയുകയാണ്, തോബിത്തിനോട് പറയുകയാണ്,
നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അനുസ്മരിപ്പിച്ചത് ഞാനാണെന്ന്. തോബിത്ത് ചെയ്ത നല്ല നല്ല പ്രവൃത്തികളെ തുടർന്ന് ദൂതൻ പറയുന്നുണ്ട്. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു തോബിത്ത്. അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തിക്കും അത് കണ്ടുകൊണ്ട് നിന്നോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു എന്ന് റഫായേൽ മാലാഖ പറയുകയാണ്. 14 വാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത്: ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ഇതുവരെ നമ്മൾ കണ്ടത് ചെയ്തത് എല്ലാം മാലാഖയാണ്. എന്നാൽ ഇവിടെ മാലാഖ എന്താ പറയുന്നേ? ഇത് ചെയ്യുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഒരിക്കലും ക്രെഡിറ്റ് അവരെടുക്കത്തില്ല. ക്രെഡിറ്റ് എപ്പോഴും കർത്താവിന് മാത്രമുള്ളതാ. കർത്താവിലേക്കാണ് അവർ നമ്മെ എത്തിക്കുന്നത്. 18 വാക്യത്തിൽ ഇത് തന്നെയാ മാലാഖ വീണ്ടും പറയുന്നത്: എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. കർത്താവിന്റെ ഹിതമായതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ വന്നതെന്ന് മാലാഖ പറയുകയാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ പ്രിയമുള്ളവരെ. അവിടെ 103 അധ്യായത്തിലെ 20 തിരുവാക്യം ഈ ഒരു കാര്യം തന്നെയാ പറഞ്ഞു തരുന്നത്. എന്താ തിരുവചനം പറയുന്നത്? കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ വചനം ശ്രവിക്കുന്നവർ, അവിടുത്തെ ആജ്ഞ, കർത്താവ് കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുന്നവർ, അവരാണ് കർത്താവിന്റെ ദൂതന്മാർ എന്നാ പറയുന്നത്. അതല്ല ഇവിടെ നമ്മൾ കണ്ടത്. സാറായുടെ ജീവിതത്തില്, തോബിത്തിന്റെ ജീവിതത്തില്, തോബിയാസിന്റെ ജീവിതത്തിലെല്ലാം കർത്താവ് എന്ത് കൽപ്പിച്ചോ അത് അതേപോലെ നിറവേറ്റുന്ന മാലാഖയെ നമ്മൾ കണ്ടത്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തോബിത്തിനും തോബിയാസിനും എന്താ സംഭവിച്ചതെന്ന് തിരുവചനം പറയുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 12 അധ്യായത്തിൽ 16 തിരുവാക്യം: അവർ ഇരുവരും സംഭ്രാന്തരായി, ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ, തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെടുകയും അവർ കമഴ്ന്നു വീഴുകയാണ്. അപ്പോൾ ദൂതൻ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. നിങ്ങൾ സുരക്ഷിതരാണെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഈ റഫായേൽ മാലാഖ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 12 അധ്യായത്തിൽ തന്നെ 7 തിരുവചനത്തിന്റെ ആദ്യ ഭാഗത്ത് ദൂതൻ എന്താ പറയുന്നത്? രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. രാജാവിന്റെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക, അതൊക്കെ നിങ്ങളുടേതായി സൂക്ഷിച്ചു കൊള്ളുക. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത് ഒരിക്കലും രഹസ്യമാക്കി വെക്കേണ്ടതല്ല, അത് പ്രസിദ്ധമാക്കുന്നതാണ് മഹനീയം എന്ന് ദൂതൻ പറയുകയാണ്. അദ്ദേഹം അതേ വാക്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് 12 അധ്യായത്തിൽ തന്നെ 11 തിരുവാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുകയില്ല, രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്നു ഞാൻ പറഞ്ഞല്ലോ. ദൂതൻ വീണ്ടും വീണ്ടും തോബിത്തിനോടും തോബിയാസിനോടും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അത് രഹസ്യമാക്കി വെക്കേണ്ടതല്ല, അത് പ്രസിദ്ധമാക്കണം. ഇവിടെ ദൂതൻ ഇടപെട്ടത്, കർത്താവിന്റെ ആ ഒരു കൽപ്പനയിൽ ദൂതൻ ഇടപെട്ടത് അതും രഹസ്യമാക്കി വെക്കാൻ അല്ല ദൂതൻ പറഞ്ഞത്. നമുക്ക് 20 തിരുവാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ എന്താ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നത്? ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുക, ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്, സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. കർത്താവിന്റെ പ്രവൃത്തികള് പ്രസിദ്ധമാക്കാനായിട്ടാണ് അത് എഴുതി സൂക്ഷിക്കാൻ ദൂതൻ ആവശ്യപ്പെട്ടത്, വരും തലമുറകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ദൂതൻ കൊടുത്ത കുറേ ഇൻസ്ട്രക്ഷൻസ് അത് അവരുടെ ജീവിതത്തിൽ വലിയ അഭിഷേകമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ യാഥാർത്ഥ്യമായ സത്യമായ ദൈവദൂതരുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് റഫായേൽ മാലാഖ തോബിത്തിന്റെ പുസ്തകത്തിലെ ഹീറോ ആയിട്ടാണ് നിൽക്കുന്നത്. കർത്താവിന്റെ കൽപ്പന വളരെ കൃത്യതയോടെ നിർവഹിക്കുന്ന റഫായേൽ മാലാഖ. നമ്മൾ കേട്ട സങ്കീർത്തന ഭാഗമുണ്ട്, 103 അധ്യായം 20 തിരുവാക്യം. ആ വചനം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
കർത്താവിന്റെ വചനം ശ്രവിക്കുകയും കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതരുടെ ഡ്യൂട്ടി എന്താണെന്ന് തിരുവചനം പറഞ്ഞു തന്നത്. അവർ ശക്തരാണ്. കർത്താവിന്റെ ആജ്ഞ അതെന്ത് തന്നെ ആണെങ്കിലും നിറവേറ്റാൻ അവർ പ്രാപ്തരാണ്. ആ ഒരു ദൂതരുടെ ശുശ്രൂഷ നമുക്ക് സ്വന്തമാക്കാൻ പ്രിയമുള്ളവരെ. അതിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ ദൂതർക്ക് വില കൊടുക്കുന്നവരായി നമുക്ക് മാറാം. നമ്മോടൊപ്പം എപ്പോഴുമുള്ള, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ ഗൈഡ് ചെയ്യുന്ന കർത്താവിന്റെ ദൂതർ, ആ ഒരു കർത്താവിന്റെ വലിയ സമ്മാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു തോബിത്തിന്റെ പുസ്തകത്തിലൂടെ ദൂതരുടെ ശുശ്രൂഷയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദൂതരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അതിനെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ വലിയ ദാനത്തെ ഓർത്ത്, ദൂതരുടെ ശുശ്രൂഷയോർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. നന്ദി യേശുവേ. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഹല്ലേലൂയ. ഉള്ളം കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതായി എനിക്കേതും ഭയമേയില്ല. ഏറ്റു പറയുന്നു കർത്താവേ. ഉള്ളം കാരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതായി എനിക്കേതും ഭയമേയില്ല. ഹല്ലേലൂയ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശോ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശോ. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. യേശുവേ നന്ദി. ഹല്ലേലൂയ. മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. എന്നെ നാഥൻ വഴി നടത്തും. നന്ദി യേശുവേ. എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കാല് കല്ലിൽ തട്ടാതെ, വഴി തെറ്റിപ്പോകാതെ ഞങ്ങളെ നയിക്കുവാൻ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് നൽകിയ കർത്താവിന്റെ കൽപ്പന നൽകി ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ, ഞങ്ങളുടെ സുരക്ഷയായിരിക്കാനായിട്ട് കർത്താവിന്റെ ദൂതരെ ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ വലിയ ആ ഒരു സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തരായ ദൂതരുടെ ശുശ്രൂഷയോർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഈ ദൂതരെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാം. നമുക്ക് ഒരുമിച്ച് വരാം. കർത്താവിൻ്റെ കൃപയിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഐക്യത്തോടെ മുന്നേറാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.